നമുക്ക് ചേലക്കരയിലേക്ക് കൂടി പോകാം. MS ലിഷോയ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, 10-28 വർഷം, അതിൽ 23 വർഷം രാധാകൃഷ്ണൻ, അതിനിടയിലൊന്ന് പ്രദീപ് കുമാർ വീണ്ടും അദ്ദേഹം അവിടെ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ചേലക്കര ശരിയാണ്, ഇടത് കോട്ടയാണ്, പക്ഷെ അവിടെ എന്തു സാധ്യമാകുമെന്ന് മറ്റു മുന്നണികൾ കിണഞ്ഞ പരിശ്രമം നടത്തിയ ഒരു പ്രചാരണ കാലം കൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. പോളിംഗ് ശതമാനം അടക്കമുള്ള കാര്യങ്ങൾ, വ്യക്തിപ്രഭാവം പലതും വിഷയമായ തെരഞ്ഞെടുപ്പിൽ ചേലക്കര ആർക്കൊപ്പം നിൽക്കുമെന്ന് എപ്പോൾ അറിഞ്ഞു തുടങ്ങാം? അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു പോരാട്ടം, വലിയൊരു പ്രചാരണം എല്ലാം തന്നെ നടന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. ചേലക്കര എല്ലാ തവണയും ഒരു ഇടത് കോട്ട എന്നുള്ള രീതിക്ക് കുറേ കാലങ്ങളായി ഇപ്പോൾ പറഞ്ഞു വരുന്നതാണ്. പക്ഷേ ഇത്തവണ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ UDF-നുണ്ട്. അതേസമയം കോട്ട പൊളിക്കാനോ കോട്ട അടർത്തിയെടുക്കാനോ കഴിയില്ല എന്നുള്ളൊരു ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് UR പ്രദീപിൻ്റെ വരവാണ്. അതായത് കെ രാധാകൃഷ്ണൻ വർഷങ്ങളായി നിന്നിരുന്ന മണ്ഡലം, അവിടെ ഒരു ഘട്ടത്തിൽ 2016-ൽ UR പ്രദീപ് വരുന്നു. UR പ്രദീപ് വരുമ്പോൾ അതിനു മുൻപ് കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന 24,000-ഓളം വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം, അതിൽ നിന്ന് നേരെ 10,200-11,200ലേക്ക് UR പ്രദീപിൻ്റെ ആ ഒരു ഭൂരിപക്ഷം മാറുകയാണ് ഉണ്ടായത്. പിന്നീട് കെ രാധാകൃഷ്ണൻ വന്ന തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ തന്നെയാണ് വന്നത്. അപ്പോൾ 39,000-ഓളം വോട്ടിന്റെ ഒരു ലീഡാണ്, ഭൂരിപക്ഷമാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായത്. പക്ഷേ പ്രതീക്ഷിക്കുന്നുണ്ടോ? രണ്ട് ഘടകങ്ങളാണ് അവിടെയുള്ളത്. ഒന്ന്, രാധാകൃഷ്ണൻ ഇല്ലാത്തപ്പോൾ സാധാരണഗതിയിൽ കുത്തനെ കുറയുന്ന ഭൂരിപക്ഷത്തിന്റെ ഒരു നിരക്കിനെ പറ്റിയുള്ള ആശങ്ക. മറ്റൊന്ന്, ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ആശങ്ക. ഇത് രണ്ടുമാണ് LDF-നെ ഭരിക്കുന്നത്. അവിടെയാണ് മറ്റു സാധ്യതകൾ മുന്നണികൾ തേടുകയും ചെയ്യുന്നത്. UDF-ന്റെ സംവിധാനം അവിടെ ക്യാമ്പ് ചെയ്ത് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൃശൂർ എഫക്ട് ചേലക്കരയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP മുന്നോട്ട് പോയത്. ഇതൊക്കെ എങ്ങനെ സ്വാധീനിക്കും ലിഷോ? അതായത് 39,400 ആയിരുന്നു കെ രാധാകൃഷ്ണന്റെ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവിടുത്തെ ഭൂരിപക്ഷം. സംസ്ഥാനത്ത് തന്നെ മിന്നും ജയങ്ങളിലൊന്നായിരുന്നു ഈ 39,400 എന്ന ഭൂരിപക്ഷം. അത് ലിഷോയ്ക്കറിയാം. അതിന് പിന്നാലെ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 5,173 വോട്ടിന്റെ മാത്രം മാർജിൻ ലീഡ്, അതും ഈ സാക്ഷാൽ രാധാകൃഷ്ണനെ നൽകിയപ്പോൾ അവിടെ ഒരു മാറ്റത്തിന്റെ സാധ്യത, മാധു ചോദിച്ച പോലെ മാറ്റത്തിന് സാധ്യതയുണ്ടോ? ഇപ്പോൾ ഒരു ട്രെൻഡാണ് LDF-ന് അനുകൂലമായ പതിവ് പാറ്റേൺ ആണെങ്കിൽ നമുക്ക് എപ്പോൾ അത് ആ സൂചന മനസ്സിലാകും. അതല്ല ഇനി UDF അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അതെപ്പോൾ മനസ്സിലാകും? അതായത് ആദ്യം എണ്ണാൻ പോകുന്നത് വരവൂർ പഞ്ചായത്താണ്. വരവൂർ പഞ്ചായത്തിലെ 13 ബൂത്തുകളുണ്ട്. അതായത് ആ 13 ബൂത്തുകൾ എണ്ണി ഒരു ബൂത്ത് ഫസ്റ്റ് റൗണ്ടിൽ എണ്ണുന്നത് പിന്നീട് ദേശമംഗലം പഞ്ചായത്തിലെയാണ്. വരവൂർ ദേശമംഗലം പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് അത് CPM-ന്റെ ഒരു കുത്തക മണ്ഡലം തന്നെയാണ്. അതിനു പുറമെ ഈ UR പ്രദീപിൻ്റെ സ്ഥലം കൂടിയാണ് ദേശമംഗലം എന്ന് പറയുന്നത്. ഈ രണ്ട് പഞ്ചായത്തുകൾ എണ്ണുമ്പോൾ തന്നെ വലിയ തോതിൽ ഒരു ലീഡ് LDF-ന് അവിടെ നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ UDF കണക്കാക്കുന്നത് അത്രത്തോളം ലീഡ് അവിടെ എടുക്കാനായി കഴിയില്ല. ഏകദേശം ഒരു 5,000-ൽ താഴെയാണ് ഈ രണ്ട് പഞ്ചായത്തുകളിൽ LDF-ന്റെ ലീഡെങ്കിൽ UDF-ന് തിരിച്ചു കയറാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF പറയുന്നത്. ആ വരവൂർ ദേശമംഗലം പഞ്ചായത്തുകൾ എണ്ണിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വരുന്നത് CPM-ന്റെ തന്നെ ശക്തി കേന്ദ്രമായ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലേക്കാണ്. വള്ളത്തോൾ നഗറിലും വലിയൊരു മുന്നേറ്റം LDF-നോ CPM-നോ നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അടുത്തതായി എണ്ണാൻ പോകുന്നത് പാഞ്ഞാളിലാണ്. പാഞ്ഞാളിൽ ഇത്തവണ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി UDF-ന് വലിയ ഒരു വോട്ട് വർധന ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ട്. അടിയൊഴുക്കുകൾ പാഞ്ഞാളിൽ ഒപ്പത്തിനൊപ്പമാക്കും ഇരു മുന്നണികളും തമ്മിൽ എന്നുള്ളതാണ് UDF-ന്റെ ഒരു കണക്ക്. LDF ആകട്ടെ പാഞ്ഞാളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച് വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ പിന്നീട് വരുന്ന ചേലക്കരയാണ് പഞ്ചായത്ത് എണ്ണാൻ പോകുന്നത്. ചേലക്കരയിലേക്ക് എത്തുമ്പോൾ UDF-ന് വലിയ മേൽക്കൈ ഉണ്ടാകാം എന്നുള്ളതാണ് UDF-ന്റെ ഒരു പ്രതീക്ഷ. അത് ഒരു വിധത്തിൽ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. UDF-ന് ചേലക്കരയിൽ ഒരുപക്ഷെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ചേലക്കര പഞ്ചായത്തിൽ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും, അതായത് രമ്യ ഹരിദാസ് വിജയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും, അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ക്ഷേത്ര ദർശനം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ. പാലക്കാട്ടെ എല്ലാവരും തന്നെ അല്ലെ മത്സരിച്ചാണ് ഈ പറയുന്ന പ്രാർത്ഥന
പ്രാർത്ഥനയും പ്രവർത്തനവുമായി ഒരേ സമയത്ത് മുന്നോട്ട് പോകുന്നത് ഈ ഇലക്ഷൻ കാലത്ത്. അമ്പലവും പള്ളിയും ഒക്കെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തപ്പെടും. അതൊക്കെ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിയാണ് എന്നതാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെല്ലാം ഉടനീളം നമ്മൾ കണ്ടത്. അതിന്റെ തുടർച്ച ഇപ്പോൾ വിശ്വാസം എല്ലാവരെയും സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ അതൊരു രാഷ്ട്രീയ വിഷയം കൂടി ആണ് പാലക്കാട്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ ചിലക്കരയിലെ കാര്യം പറഞ്ഞതുകൊണ്ട് അതിന്റെ ഒരു കണക്കുകൂടി പ്രേക്ഷകരുടെ പെട്ടെന്ന് അറിവിന് വേണ്ടി പറയുന്നതാണ്. മണ്ഡലത്തിൽ 9 പഞ്ചായത്തിൽ നേരത്തെ ലിഷോയ് പറഞ്ഞ പോലെ 6 LDF-ന്റെ ഭരണം. വരവൂർ പഞ്ചായത്തിൽ LDF, ദേശമംഗലത്ത് LDF, വള്ളത്തോർ നഗറിൽ LDF, മാഞ്ഞാളിൽ LDF, ചേലക്കരയിൽ LDF. അപ്പോൾ ഈ ആദ്യം എണ്ണുന്ന എല്ലാ പഞ്ചായത്തും LDF-ന്റെ കൈവശമുള്ള പഞ്ചായത്തുകളാണ്. സാധാരണ ക്രമാനുഗതമായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു പോകുന്ന ഒരു ചരിത്രമാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകുന്നത്. അവിടെയാണ് ഇത്രയും വലിയൊരു അട്ടിമറി പ്രതീക്ഷ മറ്റു മുന്നണികൾ. അതായത് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ എന്താണ് ചേലക്കരയിലെ ട്രെൻഡ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വയനാട്ടിലും കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പോയകാല രാഷ്ട്രീയ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കാണാൻ കഴിയുന്നത്.